ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇன்றைக்கு എൻ്റെ കാലയിൽ എലുമ്പിട്ട് മക്കളെല്ലാം മദ്രസയിൽ വിട്ടിട്ട് കാലയിൽ മോർണിംഗ് റൊട്ടീൻ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സാപ്പാട് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നിനച്ച വെളിയിൽ പോയിട്ട് അപ്പോൾ ഇപ്പോൾ കേരളാവിലെ ക്ലൈമറ്റ് തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു കൂളിംഗ് ആണ് ഇപ്പോൾ இந்த ടൈമിൽ. അപ്പോൾ നല്ല കൂളിങ്ങും ഇതായിട്ടായിരിക്കും. ഇപ്പോൾ ടൈം ഇപ്പോൾ 7 മണി ആയിട്ട് ഫുൾ ഡേയും കൂളാണ്. ഇപ്പോൾ നല്ല കൂതലായിട്ട് தான் இருக்குது. അപ്പോൾ അതിൻ്റെ பக்கத்து வீட்டில் இருக்கிற அக்கா வந்து பேசிகிட்டு இருக்கிறாங்க. என்னென்னு சொன்னால் இப்போ இன்றைக்கி டிசம்பர் 23 இங்கே வந்துட்டு ஸ்கூல் பூட்டுறாங்க. ഡിസംബറിൻ്റെ ലീവ് 12 നാൾ ഇരിക്കുക. അപ്പോൾ അത് നിനച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പേസിട്ടിരിക്കും. അവരുടെ മക്കാൻ്റെ മകൻ 10ാം ക്ലാസ്. അപ്പോൾ അതിൻ്റെ എക്സാം എല്ലാം മുടിഞ്ഞാൽ ലീവ് 10 നാൾ ലീവ് ഇല്ലാണ്ട് சொல்லி പേസിട്ടിരിക്കണം. അപ്പോൾ കാലിലത്തെ കിച്ചണിലേക്ക് വന്നിട്ടേനെ. അപ്പോൾ എൻ്റെ കാലയിൽ ഇത് എപ്പോഴും കുടിക്കുന്നത് തണ്ണിരിക്കുക തന്നെ അത് ചൂടാക്കി വെച്ചിരിக்கிறேன். ഇനി അടുത്തുണ്ടെങ്കിൽ പൂരിയും இறால் ஃப்ரையும் தான் கறி வைக்கிறேன். அதுக்கப்புறம் சப்பாத்தியும் சுடணும். നമ്മൾ പൂരി ചുട്ടാൽ ഞാനും ഹസ്ബൻഡും തിന്നാൻ മാട്ടോം. പിള്ളേർക്കെല്ലാം അവങ്ങൾക്കെല്ലാം சரியான விருப்பம். അതായത് അവങ്ങൾക്ക് மட்டுം പൂരിയാക്കും. അപ്പോൾ രണ്ട് തണ്ണി ചൂടായിട്ട് നല്ല കൊതിച്ച് വന്നിട്ട് ഇനി ഇറാലിൽ വന്നിട്ട് കഴുവിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചതാണ്. അതിൽ മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞത്തൂൾ പിന്നെ ഉപ്പും പോട്ട് നല്ല മിക്സാക്കിയിട്ട് മാറ്റി വെക്കും. അതുക്കപ്പുറം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതുക്കപ്പുറം കൊഞ്ചം തേങ്ങാന ഊற்றிയിട്ട് ഇത് നല്ല ഫ്രൈ ആക്കണം. ശരിയാ? അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന ടൈമിൽ മകൻ വന്നിട്ടാറ് കാലയിൽ എലുമ്പിട്ട് വന്നിട്ട് അപ്പോൾ എല്ലാം ഉണ്ടിരിക്കുന്നത് അത് തിன்றதுக்கு അവർ വന്ന് നിൽക്കാറ്. അപ്പോൾ ഇത് അടുപ്പിൽ പോട്ട് നല്ല മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് அந்த ടൈമിൽ നമുക്ക് വെങ്കായം തന്നെ വേണം ഫ്രൈ ആക്കുന്നதுக்கு. അപ്പോൾ വെങ്കായമെല്ലാം ക്ലീൻ ആക്കും சொல்லிட்டு വെങ്കായം എടുത്ത് ക്ലീൻ ആക്കണേൻ. ക്ലീനാക്കി മുടിച്ചാലേ അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഈ മുറിച്ചത് ഇതെല്ലാം ഇരിക്കത്താനെ അതെല്ലാം എടുത്ത് ഇതാക്കിയിട്ട്. അപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡ് ഞാൻ മീഷോയിൽ വാങ്ങിയതാണ്. ഓർഡർ ചെയ്തിട്ട് നല്ല കട്ടിംഗ് ബോർഡാണ്. പ്ലാസ്റ്റിക് ആണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അത് ശരിയാവാതിൻ്റെ സ്ഥലത്ത് സ്റ്റീലിൽ വാങ്ങിയത്. അപ്പോൾ നമുക്ക് എല്ലാം പൊരിഞ്ഞ് വന്നിട്ട് അതുക്കப்புறம் ഞാൻ ഇറാലെടുത്ത് മാറ്റി വെക്കല്ല. അതിലതാൻ വെങ്കായം പോട്ട് നല്ല വതக்கிறேன். നല്ല വതക്കി പിന്നെ ഫ്രൈ ആയാലും നല്ല വതക്കിയാൽ மட்டும்தான் ടേസ്റ്റ് വരും. അപ്പോൾ മകൻ കാലയിലേ തിന്നുறாரு. വീഡിയോ பார்த்துட்டு അവർ ഇങ്ങനെ പേസിക്കൊണ്ടിരിக்கிறாரு. മകനെ ഇതൊന്നും ചെയ്യല്ല അതുകൊണ്ട് தான் இப்படி வந்து நிற்காரு. അപ്പോൾ ഇഞ്ചി ഈ വെള്ളപ്പൂട് പച്ചക്കൊച്ചിക്കെല്ലാം പോട്ട് നല്ല മിക്സിയിൽ ഗ്രൈൻഡറിൽ അടിച്ചിട്ട് വന്നിട്ട് അതും പോട്ടിട്ട് ഇനി തക്കാളി ജ്യൂസാക്കിയിട്ട് താൻ ഊത്തുறேன். എന്നുവെച്ചാൽ നമ്മൾ തേങ്ങാൻ്റെ തണ്ണി ഒന്നും ഊത്തുறല്ല. അതുക്കப்புறம் എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് റെഡിയായി. ഇനി അത് കുടിച്ച് கொஞ்சம் നമുക്ക് ചാർജെല്ലാം വരും. കാലയിൽ നല്ല കൂതൽ തന്നെ നല്ല കൂതൽ. അപ്പോൾ അതുക്ക് വേണ്ടി നമ്മളെയും ചാർജ് ചെയ്യണമേ. അപ്പോൾ അതുക്ക് വേണ്ട പൂരിക്ക് വേണ്ട മാവ് എടുത്തിട്ട് അപ്പോൾ അതുക്ക് വേണ്ട ഉപ്പ് പോട്ട് നല്ല കുഴച്ചെടുത്ത് പച്ച തണ്ണി ഊറ്റി താൻ കുഴக்கிறேன். ശരിയാ? അപ്പോൾ അത് നല്ല അഴകാ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്താലേ ഇതാ നല്ല മിക്സാക്കിയിട്ട് இந்த பருவத்தில் தான் கிடைக்கணும் நமக்கு. அப்போ இது இனி பால்ஸ் ஆக்கிட்டு நல்லா கொஞ்சம் சின்ன சின்ன பால்ஸ் ஆக்கிட்டு உருட்டணும். இந்தியாவில் இருக்கிறவங்களுக்கு பூரியை பற்றி நல்லா தெரியும். ஆனால் ஸ்ரீலங்காவில் இருக்கிறவங்க தெரியுமா என்னென்னு எனக்கு தெரியாது. ஏன்னு சொன்னால் நான் இப்போது ஸ்ரீலங்காவில் விட்டு வந்துட்டு 10 வருஷமாயிட்டு தானே. அப்போ எனக்கு என்ன எப்படின்னு ஒன்றும் தெரியாது. நான் காலையில் கோல் எடுப்பணுமா எல்லாரும் ஃபேமிலி ஆகிட்டு மெம்பர்ஸ் ஆகிட்டு பேசுவேன். ஆனால் நான் இப்படி എന്താ സാപ്പാടുണ്ട് കേൾക്കാനില്ലെന്ന് சொல்லி என்ன புதிய ஐட்டம்ஸ் அப்படி ஒன்றும் கேட்குறோம் இல்லை தானே. அதால் அதை பற்றிட்டு எனக்கு தெரியாது. அப்போ கட்டிங் போர்டில் வச்சுட்டு தான் இப்போ அழுத்திறேன். அப்போ இந்த ரவுண்டு ஷேப்பில் தான் உருட்டி எடுக்கணும். சரியா? அதுக்கப்புறம் இது தேங்காய் எண்ணெயில் போட்டு பொரிச்செடுக்கணும். அப்போ இதுக்கு வேண்ட சட்டி அடுப்பதில் வச்சுருக்கேன். அதுக்கப்புறம் அதில் தேங்காய் எண்ணெய் ஊற்றிட்டு ஃபுல்லாகிட்டு ஊற்றி நல்லா சூடாகி வரணும். அப்போ தான் இந்த பூரி പപ്പടം പോലെ ബുഷെന്ന് വരും. ഞാൻ ഇഞ്ചി വന്ന ടൈമിൽ എനിക്ക് ഈ ഉരുട്ടാനൊന്നും தெரியாது. அப்போ கொஞ்சம் கொஞ்சமாக படித்து தான் നമ്മളെ ഫാമിലിയിൽ വരക്കും നമ്മളെല്ലാം പഠിപ്പും താനെ. അപ്പോൾ പൂരി റെഡി ആയിട്ട് വേണം ഇനി ചപ്പാത്തി ആക്കണം. എന്നു சொன்னாலே എൻ്റെ ഹസ്ബൻഡ് ചപ്പാത്തി தான் തിന്നുവാറ്. അപ്പോൾ ഇത് കണ്ടിങ്ങനെ ബുഷെന്ന് വരും. നല്ല ഇതായിട്ട് നല്ലോണം കുഴഞ്ഞു പോകാமல் മാവ് കുഴയ്ക്കണം. கொஞ்சம் കട്ടിയിൽ പരുത്തിയാൽ നല്ല പപ്പടം പോലെ ബുഷെന്ന് പൊന്തി വരും. പൊന്തി വന്നാൽ താൻ പൂരി காதலிக்க கைடு இல்ல சொல்லி தர வாவாத்தி சேர்த்து வச்ச ஆசையெல்லாம் அள்ளி தர வாவாத்தி
അപ്പോൾ അടുത്ത് ഇനി ചപ്പാത്തി പരത്തണം. ചപ്പാത്തി അന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ച് പരത്തിയെല്ലാം ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്നാലും നമ്മൾ സീറ്റ് മേലെ വെച്ച് പരത്തുന്നത് നമുക്ക് റെഡിയാവും എന്നെ. അപ്പോൾ അതുപോലെ ചപ്പാത്തിയും പുഷുണ്ട് വരുമേ, അതുക്കും നമ്മൾ 2 സൈഡും പോയിട്ട് നല്ല അമർത്തി നല്ല ചുട്ടാൽ ചപ്പാത്തിയും നല്ല പൂരി പോലെ தான் വരും. അടുത്ത് പാലെടുത്ത് ചായ ആക്കുന്നതുക്ക് അടുപ്പിൽ വെച്ചിരിക്കും. അപ്പം മകനൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ, അപ്പോൾ அதுக்கு വേണ്ടിയിട്ട് போகிறாரு. ரெட் கலர் ட்ரெஸ்ஸு தான் போட்டு வரணும்னு சொல்லியிருந்தாங்க. அப்போ அதுக்கு வேண்டி மகனை கொண்டு விட்டுட்டு வீட்டில் முன்னுக்கு இருக்கிறவங்க மாங்காய் தந்தாங்க, அதுவும் எடுத்துகிட்டு வந்தேன். அப்போ இனி നമ്മൾ பசியோடு இருக்கையில தானே சுருக்க நான் காலை சாப்பாடு சொன்னோம்னு சொல்லி நான் இருந்தேன். சப்பாத்தியும் சும்மா சொல்லக்கூடாது சூப்பர். அப்போ சப்ஸ்கிரைப் செய்த பை பாய் கைஸ்.